Hello my dear students, welcome to Teacher at Home. Today class we are going to learn the first chapter, that is name is crop production and management. What is the lesson starting with? Paheli and Bojo went to their uncle's house during the summer vacation. The uncle is a farmer. അപ്പോൾ പഹലിയും ബോജോ എവിടേക്കാ പോയത്? അങ്കിളുടെ വീട്ടിലേക്ക് അല്ലേ? സമ്മർ ഹോളിഡേയ്സിലാണ് പോയത്. അങ്കിൾ ആരാ? ഒരു ഫാർമർ ആണ്. Anybody having farming agriculture in your house? One day they saw some tools like kurpi, sickle, shovel, plow, etc. in the field. അപ്പൊ നമ്മൾ കർഷകരുടെ വീട്ടിൽ പോകുമ്പോൾ അവരുടേതായിട്ടുള്ള പണിയായുധങ്ങൾ ഉണ്ടാവും അല്ലേ? കലപ്പയും പിന്നെ എല്ലാം ഉഴുതുമറിക്കണ ഇൻസ്ട്രുമെന്റ്സും എല്ലാം ഉണ്ടാവും അല്ലേ? നിങ്ങളൊക്കെ അത് കണ്ടിട്ടില്ലേ? I want to know where and how we use these tools. അപ്പൊ എന്തിനൊക്കെയാണ് ഈ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. You have learned that all living organisms require food. എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം? ഭക്ഷണം ആവശ്യമാണ് അല്ലേ? നമ്മൾ ഇപ്പൊ കൃഷിയുള്ള വീടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. മണ്ണ് കിളച്ച് മറിക്കാനും അല്ലേ? പിന്നെ എന്തൊക്കെയാ കുറേ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാ നമ്മൾക്ക് പറയുക? കലപ്പ ഉണ്ടാവും, പിന്നെ ഉഴുതുമറിക്കണത്, പിന്നെ എന്താണ് അരിവാള്, അങ്ങനത്തെ കുറേ എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലേ? Can you recall how green plants synthesize their own food? ഗ്രീൻ പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാ അല്ലേ? ഫോട്ടോസിന്തസിസ് വഴിയൊക്കെയാണ് അവര് ഫുഡ് പ്രിപ്പയർ ചെയ്യണത്. അനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് cannot make their own food. അനിമൽസ് ഇൻക്ലൂഡിങ് ആരാ? ഹ്യൂമൻ ബീയിങ്സിന് ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. They depend on plants directly or indirectly for their food. But first of all, why do we have to eat food? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കണേ? In order to get energy. They are energy from the food. It is utilized by organism to carry out the various body functions such as digestion, respiration and excretion. We get our food from plants and animals. അല്ലേ? നമുക്ക് എവിടെ നിന്നാണ് നമ്മുടെ ഫുഡ് കിട്ടുന്നത്? പ്ലാന്റ്സും അനിമൽസിൽ നിന്നുമാണ് നമുക്ക് നമ്മുടെ ഫുഡ് കിട്ടുന്നത്. That is, food, it is being utilized by organisms for carrying various life process, digestion, respiration, excretion ഒക്കെ carry out ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. Food has to be produced on a large scale അല്ലേ? അപ്പോൾ വലിയ തോതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഫുഡ് പ്രിപ്പയർ ചെയ്യണം. In order to provide food for the large population, regular production, proper management and distribution is necessary. അപ്പോൾ എല്ലാവരുടെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് ലാർജ് ഏരിയയിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടിയുണ്ട്. പിന്നെന്താണ്? അത് റെഗുലർ ആയിരിക്കണം അല്ലെ? ഒരു കാലാവസ്ഥയിൽ മാത്രം ഉണ്ടാക്കി പിന്നെ ഇതിൽ ഉണ്ടാക്കാതിരുന്ന ഫുഡ് scarcity of food will be there. So in order to overcome that, we have to regular production is essential. Proper management, പിന്നെന്താ? ഡിസ്ട്രിബ്യൂഷൻ ഈസ് നെസസറി അല്ലേ? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതും അത്യാവശ്യമാണ്. അഗ്രികൾച്ചർ പ്രാക്ടീസസ്. Till 10,000 BC, people were nomadic. They were wandering in groups from place to place in search of food and shelter. അപ്പോൾ ഈ 10,000 BCയുടെ മുമ്പൊക്കെ പീപ്പിൾ നൊമാഡിക് ആണെന്ന് പറയാൻ കാരണം എന്താ? അവർ വാണ്ടറിങ് ആണ് അല്ലെ? ഫുഡിനും ഷെൽട്ടറൊക്കെ അന്വേഷിച്ചിട്ട് അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. They ate raw foods and vegetables and started hunting animals for food. അവരെന്തൊക്കെയാണ്? പച്ചയായിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ കഴിക്കും. പിന്നെന്താണ്? മൃഗങ്ങളെ വേട്ടയാടാനും തുടങ്ങി. Later they could cultivate land and produce rice, wheat and other food crops. പിന്നെ അവരത് പഠിച്ചു അല്ലെ? പിന്നെ എന്ത് ചെയ്തു? കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി. റൈസും വീറ്റും പിന്നെ വേറെ ഫുഡ് ക്രോപ്സ് ഒക്കെ. This was born the agriculture. When plants of the same kind are cultivated at one place on a large scale, അതേ ഒരേ വെറൈറ്റി ഉള്ള പ്ലാന്റ്സ് നമ്മൾ മീൻസ് വാസ്റ്റ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് എന്ത് പറയുക? ക്രോപ്പ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ക്രോപ്പ് ഓഫ് വീറ്റ് മീൻസ് ദാറ്റ് ഓൾ ദ പ്ലാന്റ്സ് ഗ്രോ ഇൻ ദ ഫീൽഡ് ആർ ഓഫ് വീറ്റ്. അപ്പൊ വീറ്റിന്റെ ഒരു ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പ്ലാന്റ്സും അവിടെ ഗ്രോ ചെയ്തത് എന്തായിരിക്കും? വീറ്റ് തന്നെ ആയിരിക്കും. യു ഓൾറെഡി നോ ദാറ്റ് ക്രോപ്സ് ആർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് അല്ലെ? ക്രോപ്സ് പലതരത്തിലുണ്ട്. എന്തൊക്കെയാണ്? cereals, vegetables and fruits. This can be classified on the basis of the region in which they group. അപ്പോൾ അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്തിന്റെ ബേസിസിലാണ്? എങ്ങനെയാണ് അവർ വളരുന്നത് എന്ന ബേസിസിൽ നമുക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. India is a vast country. The climatic condition like what? Temperature, rainfall, it vary from one region to another. അല്ലേ?
അപ്പൊ എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് ഒരു വാസ്റ്റ് കൺട്രിയാണ് അല്ലെ. അവിടെ വ്യത്യസ്തമായ എന്തുണ്ട് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാ ഡിപ്പെൻഡ് ചെയ്യണത് ടെമ്പറേച്ചർ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്യും, താപം, അന്തരീക്ഷ ഈർപ്പം, then rainfall from one region to another. Accordingly it is a rich variety of crops grown in different. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്ത് ഇപ്പൊ മഴയുണ്ടെങ്കിൽ മറുഭാഗത്ത് മഴ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എന്താണ് ക്രോപ്സിന്റെ കൾട്ടിവേഷനും ഓരോ ഭാഗത്തും വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. Despite this diversity, true broad cropping patterns can be identified. അപ്പോൾ രണ്ട് തരത്തിലുള്ള കൃഷി രീതി നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. What are they? They are the kharif crops and the rabi crops. അപ്പോൾ അവരെ നമുക്ക് രണ്ട് തരമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഖാരിഫ് വിളകൾ എന്നും റാബി വിളകൾ എന്നും ക്ലാസിഫൈ ചെയ്യാം. These crops which are shown in the rainy season are called rabi crops, ഖാരിഫ് crops. അപ്പോൾ റെയിനി സീസണിലുള്ള കൾട്ടിവേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുക. റെയിനി സീസൺ ഏതൊക്കെ മാസങ്ങളിലാണ്? ജൂൺ ടു സെപ്റ്റംബർ വരെയാണ് ഇന്ത്യയിലെ റെയിനി സീസൺ. അപ്പൊ അവിടെ നമ്മൾ കൾട്ടിവേറ്റഡ് ചെയ്യണത് എന്തൊക്കെയാണ്? പാഡി, മെയ്സ്, സോയാബീൻ, ഗ്രൗണ്ട്നട്ട് ആൻഡ് ദിസ് ഹാസ് ടു ബി സ്റ്റഡീഡ്. ഓക്കെ, പാഡി, മെയ്സ്, സോയാബീൻ, ഗ്രൗണ്ട്നട്ട് ആൻഡ് കോട്ടൺ ആർ ഖാരിഫ് ക്രോപ്പ്. അപ്പൊ ഖാരിഫ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിനി സീസണിലാണ് അത് കൾട്ടിവേഷൻ നടക്കുന്നത്. ഇന്ത്യയിലെ റെയിനി സീസൺസ് എന്ന് പറയുന്നത് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിതയ്ക്കുക, വിതയ്ക്കില്ലേ അത്. ദ റെയിനി സീസൺ എന്ന് പറഞ്ഞാൽ ജൂൺ ടു സെപ്റ്റംബർ വരെയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ കൾട്ടിവേറ്റ് ചെയ്യണത്? പാഡി ഉണ്ട്, മെയ്സ് ഉണ്ട്, പിന്നെ സോയാബീൻ, ഗ്രൗണ്ട്നട്ട് ആൻഡ് കോട്ടൺ, ദേ ആർ ദ ഖാരിഫ് ക്രോപ്സ്. റാബി ക്രോപ്സ്, റാബി വിളകൾ ഏതൊക്കെയാണ്? ദ ക്രോപ്സ് ദാറ്റ് ഈസ് ഗ്രോൺ ഇൻ ദ വിന്റർ സീസൺ. സോ ഇൻ ദ വിന്റർ സീസൺ ദേ ആർ നോൺ ആസ് വാട്ട്? റാബി ക്രോപ്സ്. അപ്പൊ ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ, ആദ്യം ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ. മാർച്ച് വരെ എന്താണ്? റാബി ക്രോപ്സ് ആണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? വീറ്റ്, ഗ്രാം, പീ, മസ്റ്റാർഡ് ആൻഡ് ലിൻസീഡ്. വേരിയസ് സീരിയൽസ്, അതായത് വീറ്റ്, ഗ്രാം, പീ, മസ്റ്റാർഡ്, ലിൻസീഡും ഇതൊക്കെയാണ് നമ്മൾ എന്താ റാബി വിളകൾ എന്ന് പറയുന്നത്. ഓക്കെ, കടുകിൽ നിന്ന് കടുകെണ്ണ, പിന്നെന്താണ് ഗ്രാമുകൾ അല്ലെ, ചെറുപയർ, പയറുവർഗ്ഗങ്ങള്, അങ്ങനത്തെയൊക്കെ വീറ്റ്, ഗോതമ്പ്, ഇതൊക്കെയാണ് നമ്മൾ റാബി വിളകളായിട്ട് കണക്കാക്കുന്നത്. ബിസൈഡ് ദിസ് പൾസസ് ആൻഡ് വെജിറ്റബിൾസ് ആർ ഗ്രോൺ ഡ്യൂറിങ് സമ്മർ അറ്റ് മെനി പ്ലേസസ്. പിന്നെ വേറെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ പൾസസും വെജിറ്റബിൾസും ഏത് കാലാവസ്ഥയിലാണ്? സമ്മറിലാണ് കൾട്ടിവേറ്റ് ചെയ്യണത്. ബേസിക് പ്രാക്ടീസസ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ എന്തൊക്കെയാ അത്? Paddy requires a lot of water, therefore it is grown only in the rainy season. പാഡി എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? നെൽകൃഷി എപ്പോഴും അതിന് ധാരാളമായിട്ട് വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ മഴക്കാലത്താണ് മെയിൻലി അതിന്റെ കൃഷി ഇറക്കാറ്. Cultivation of crops involves several activities undertaken by farmers over a period of time. You may find these activities are similar to those carried out by a gardener or even by you when you grow ornamental plants in your house. Activities or tasks are referred as agricultural practices. അപ്പൊ ഈ കൃഷിയൊക്കെ ഇറക്കണ മുമ്പ് നമുക്ക് ആ മണ്ണില് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഗാർഡനിന് പറ്റിയ സ്ഥലമാണോ, പിന്നെ മണ്ണ് സ്യൂട്ടബിൾ ആണോ, is sufficient in pH, everything we will notice. Okay, so what are the agriculture practices that is being followed? Preparation of soil, sowing, adding manure and fertilizers, irrigation, protection from weeds, harvesting and storage. അപ്പൊ മണ്ണ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. മണ്ണിനെ പ്രിപ്പയർ ചെയ്യണം അല്ലെ, നൈട്രജൻ കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി അതിനെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ സോയിങ്, വിതയ്ക്കുക. പിന്നെ ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, അതിന് പാകമായ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുക, വളങ്ങൾ ആഡ് ചെയ്യുക. ദെൻ വാട്ടർ സപ്ലൈ ഉണ്ടാക്കുക, കീടങ്ങളിൽ നിന്നും സംരക്ഷണം കൊടുക്കുക. പിന്നെന്താണ്? ഹാർവെസ്റ്റ് ചെയ്യുക. പിന്നെ അത് നമുക്ക് സ്റ്റോറേജ് വേറൊരു സീസണിലേക്ക് വേണ്ടിയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുക ഫ്യൂച്ചർ നീഡ്സിന്. പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, അപ്പം ഈ സ്റ്റോറേജ് എങ്ങനെയാണ്? നമ്മൾ സോയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഹൗ ഇറ്റ് ഈസ് ബീങ് പ്രിപ്പയർഡ്? പ്രിപ്പറേഷൻ ഓഫ് ദ സോയിൽ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ ഗ്രോയിങ് എ ക്രോപ്പ് അല്ലെ. ക്രോപ്പ് ഗ്രോയിങ്ങിന്റെ മുമ്പ് ആദ്യം ചെയ്യുന്നത് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ആണ്. അപ്പൊ അതിനെന്താ? വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഇൻ ദ അഗ്രികൾച്ചർ is to turn the soil and loosen it. This allows the roots to penetrate deep into the soil. അപ്പൊ എന്ത് ചെയ്യും? റൂട്ട്സിന് പെട്ടെന്ന് മണ്ണിലേക്ക് ഊർന്ന് ഇറങ്ങാൻ സാധിക്കും. The loose soil allows the root to breathe easily even when they go deep into the soil. അപ്പൊ മണ്ണിന്റെ താഴ്ചയിലേക്ക് പോയാലും റൂട്ട്സിന് എന്താണ്? ബ്രീത്ത് ചെയ്യാൻ പറ്റും അല്ലെ. Now why does the loosening of soil allow the root to breathe easily?
The loosened soil helps in the growth of earthworms. അപ്പോൾ മണ്ണ് ലൂസായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എർത്ത് മൈക്രോബ്സിനും പ്രസന്റ് ഇൻ ദ സോയിൽ അല്ലേ, ഹെൽപ്പ് ചെയ്യും എന്തിന് ഇതൊക്കെ വളരാൻ. ഓർഗാനിസംസ് ആർ ഫ്രണ്ട്സ് ഓഫ് ദ ഫാമേഴ്സ് സിൻസ് ദേ ഫർദർ ടേൺ ആൻഡ് ലൂസൺ ദ സോയിൽ ആൻഡ് ആഡ് ഹ്യൂമസ് ടു ഇറ്റ്. അപ്പൊ മണ്ണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ലൂസൺ ചെയ്യണം അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? ആ റൂട്ട്സ് ഒക്കെ മണ്ണിന്റെ അടിയിലേക്ക് ഇറങ്ങാനും അതിന് എയർ സപ്ലൈ കിട്ടാനും വേണ്ടിയിട്ട്. പിന്നെ എന്തുകൂടെയാണ് സഹായിക്കുക? എർത്ത് മൈക്രോ ഓർഗാനിസം പ്രസന്റ് ഇൻ ദ സോയിൽ, ഇറ്റ് ഹെൽപ് ദ സോയിൽ ടു മേക്ക് ഫെർട്ടൈൽ. You have learned in the previous classes that soil containing minerals, water, air and some living organisms അല്ലെ. എന്തൊക്കെയുണ്ട് സോയിൽസിൽ? മിനറൽസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, ആൻഡ് ഓൾസോ ലിവിംഗ് ഓർഗാനിസംസും ഉണ്ട്. ഇൻ അഡീഷൻ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഗെറ്റ് ഡീകമ്പോസ്ഡ് ബൈ സോയിൽ ഓർഗാൻസ്. ഡെഡ് പ്ലാന്റ്സും അനിമൽസും എന്താണ്? മണ്ണിൽ കിടന്നിട്ട് ഡീകമ്പോസ് ആവും. ഇൻ ദിസ് വേ വേരിയസ് ന്യൂട്രിയൻസ് ഇൻ ദ ഡെഡ് ഓർഗാൻസ് ആർ റിലീസ് ബാക്ക് ഇൻ ടു ദ സോയിൽ. ഈ ന്യൂട്രിയൻസ് തന്നെയാണ് അഗെയിൻ അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ്സ്. Important sentence I am marking like this, okay. Since only a few centimeters of the top layer of soil supports plant growth, turning and loosening of soil brings the nutrient rich soil to the top so that the plant can use the nutrient. അപ്പോൾ എന്താണ്? ഒരു ലെയർ വരെ മാത്രമേ പ്ലാന്റിന് ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലെ, ലൂസനിങ് ഓഫ് ദ സോയിൽ. അപ്പോൾ അതെന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുക? ന്യൂട്രിയന്റ് റിച്ച് സോയിൽ ടു ദ പ്ലാന്റ്സ്. Thus turning and loosening of the soil is very important for cultivation of crops. The process of loosening and turning of the soil is called tilling or plowing. അപ്പോൾ ഇങ്ങനെ ലൂസൺ ചെയ്യുക, മണ്ണിനെ ലൂസ് ആക്കിയിട്ട് വേരിനെ ഇറങ്ങാൻ അലൗ ചെയ്യണ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ടില്ലിംഗ് ഓർ പ്ലൗവിംഗ് എന്ന് പറയുക. ദിസ് ഈസ് ഡൺ ബൈ യൂസിങ് എ പ്ലൗ. പ്ലൗ ആർ മെയ്ഡ് അപ്പ് ഓഫ് വുഡ് ഓർ അയൺ. അപ്പോൾ ഈ പ്ലൗ എന്ന് പറഞ്ഞ കലപ്പ, ദാറ്റ് ഈസ് ദ പ്ലൗ. See here, this is the picture. അപ്പോൾ ഇത് കണ്ടില്ലേ, ഷാർപ്പ് എഡ്ജ്. അപ്പൊ മണ്ണ് ഉഴുതു മറിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ വുഡോ അല്ലെങ്കിൽ അയണോ കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സോയിൽ ഈസ് വെരി ഡ്രൈ, ഇറ്റ് നീഡ് വാട്ടറിങ് ബിഫോർ പ്ലവിങ്. അപ്പൊ മണ്ണ് നല്ല ഡ്രൈ ആയിരിക്കണമെങ്കിൽ നമ്മൾക്ക് ഒന്ന് കുത്തിയാൽ പോലും അത് ഇളകില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് വാട്ടർ ചെയ്യണം. ദെൻ ദ പ്ലൗഡ് ഫീൽഡ് മേ ഹാവ് ബിഗ് ക്ലംസ് ഓഫ് സോയിൽ കോൾഡ് ക്രംസ് അല്ലെ. നമ്മൾ പാടത്തൊന്ന് നടന്നു നോക്കിയാൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താ അത്? ദ പ്ലൗഡ് ഫീൽഡ് അല്ലെ, ഉഴുതുമറിച്ച പാടത്ത് എന്താ ഉണ്ടാവുക? എ ക്ലംസ് ഓഫ് സോയിൽ, മണ്ണിന്റെ കട്ടകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രംസ് എന്ന് പറയുക. പിന്നെന്താ? ഇറ്റ് ഈസ് നെസസറി ടു ബ്രേക്ക് ദിസ് ക്രംസ്. ലെവലിംഗ് ദ ഫീൽഡ് ഈസ് എസെൻഷ്യൽ ഫോർ സോയിങ് ആസ് വെൽ ആസ് ഫോർ ഇറിഗേഷൻ. അപ്പൊ ലെവലിംഗ് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സോയിങ്ങും പിന്നെ ആസ് വെൽ ആസ് ഇറിഗേഷൻ അല്ലെ, വെള്ളം നനയ്ക്കാനും and also sowing. Leveling of the soil is done with the help of a leveler. Leveler നമ്മൾ ലെവലാക്കണം, മീൻസ് ഈ ക്ലംസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് മണ്ണിനെ ലെവലാക്കണം. അതിന്റെ ഏതിന്റെ ഹെൽപ്പിലാണ്? ഇറ്റ് ഈസ് ബൈ മീൻസ് ഓഫ് എ ലെവലർ. സംടൈംസ് ദ മാനൂർ ഈസ് ആഡഡ് ടു ദ സോയിൽ ബിഫോർ ടില്ലിങ്. ടില്ലിങ് നമ്മൾ എന്താ പറഞ്ഞ? ലൂസനിങ്ങും ടേണിംഗ് ഓഫ് ദ സോയിൽ. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? മാനൂർ ആഡ് ചെയ്യാറുണ്ട്. ദിസ് ഹെൽപ്പ് ഇൻ പ്രോപ്പർ മിക്സിംഗ് ഓഫ് മാനൂർ വിത്ത് ദ സോയിൽ. So it helps the proper mixing. So when we are leveling and when we are plowing, the manure it is being mixed with the soil. The soil is moistened before sowing. Agriculture implements. Before sowing the seeds. ഇപ്പോൾ വിത്ത് വിതയ്ക്കണ മുമ്പ് തന്നെ ഇതൊക്കെ ഈ പ്രോസസ് ഒക്കെ നമ്മൾ ചെയ്തിരിക്കണം. It is necessary to break the soil clumps to get better yield. This is done with the help of various tools. അപ്പൊ ഇതൊക്കെ പലതരം എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. The main tool used for the purpose is plow, hoe and cultivator. അപ്പോൾ കാളയൊക്കെ ഉപയോഗിച്ചിട്ട് മണ്ണ് ഉഴുതു മറിച്ചിട്ട് ലെവൽ ചെയ്യണതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ ട്രാക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് എന്നിട്ടാണ് പിന്നെ വിത്ത് വിതച്ചിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുക, വെള്ളം നനയ്ക്കുക, കാര്യങ്ങളൊക്കെ. Plow. This is being used since ancient times for tilling the soil. Plow എന്ന് പറയുന്നത് equipment, കലപ്പ ഉപയോഗിച്ചിട്ട് മണ്ണ് ഉഴുതു മറിക്കാറുണ്ട് അല്ലെ. This is being done ancient time തൊട്ട് തന്നെയാണ് ഈ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടിൽറ്റിംഗ് ദ സോയിൽ, ആഡിങ് ഫെർട്ടിലൈസർ അല്ലെ. മണ്ണ് ഉഴുതു മറിച്ചിട്ട് എന്തൊക്കെയാണ്? ഫെർട്ടിലൈസർ ആഡ് ചെയ്യണം, പിന്നെ എന്തെങ്കിലും കീടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. ആൻഡ് ടേണിംഗ് ദ സോയിൽ. ദിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, ചിലപ്പോൾ അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? മരം കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. ആൻഡ് ഈസ് ഡ്രോൺ ബൈ എ പെയർ ഓഫ് ബുൾസ് അല്ലെ. കാളകളാണ് ഇത് വലിച്ചു കൊണ്ടുപോകുന്നത്. ചില സ്ഥലത്ത് ഹോസും ക്യാമലിനെയും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അവരുടെ ഏത് നോർത്തേൺ സൈഡ്സ് മിക്കവാറും.
It contains a strong triangular iron strip called plowshare. അപ്പോൾ ഇതിന് എന്തുണ്ട്? ഒരു triangular. See here, this is the triangular shape. എന്താ ഉള്ളത്? Triangular called plowshare. Triangular iron strip ആണ് plowshare. The main part of the plow is a long log of wood which is called a plow shaft. It is a handle at one end of the shaft. Plow shaft ആണ് ഇത്. ഈ വടിയില്ലേ, ഈ വടിയിനെയാണ് plow shaft എന്ന് പറയാ, plow shaft എന്ന് പറയാ. പിന്നെ ആ sharpened portion ആണ് plowshare. The other end it is attached to a beam which is placed on the bull's neck. One pair of bulls and a man can easily operate the plow. അപ്പോൾ ഒരാളും കാളകളും ഉണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന് ഉഴുതുമറിക്കാൻ സാധിക്കും. The indigenous wooden block plow is increasingly being replaced by iron plow nowadays. അപ്പോൾ ഈ wood ഒക്കെ ഇപ്പൊ റീപ്ലേസ് ചെയ്തു അല്ലേ. ഇപ്പൊ മെഷീൻസ് തന്നെ എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ wood റീപ്ലേസ് ചെയ്തിട്ട് അയൺ ആണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നത്. How? It is a simple tool which is used for removing weeds and for loosening the soil. It has a long rod of wood or iron. A strong broad and bent plate of iron is fixed to one end of its end, and this is a hoe. See here. നമ്മൾ ആ ട്രാക്ടറിന്റെ അതിലൊക്കെ പോയി നോക്കിയാൽ ഇങ്ങനത്തെ സാധനം കാണാം റൊട്ടേറ്റ് ചെയ്തിട്ട്. വർക്ക് ലൈക്ക് എ ബ്ലേഡ്. ഇറ്റ് ഈസ് പുൾഡ് ബൈ ആനിമൽസ് അല്ലേ. Then next is the cultivator. Nowadays plowing is done by tractor driven cultivator. അപ്പോൾ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇത് ഈ സാധനങ്ങളൊക്കെ ട്രാക്ടർ കൊണ്ടിട്ടാണ് അതിന്റെ ബാക്കിൽ ഇത് ഫിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. യൂസ് ഓഫ് കൾട്ടിവേറ്റർ സേവ്സ് ലേബർ ആൻഡ് ടൈം അല്ലേ. ആൾക്കാരുടെ അവൈലബിലിറ്റി ഒക്കെ അവൈലബിൾ അല്ലാതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇത് വളരെയധികം ഉപകാരമാണ്. Sowing is an important part of crop production. അപ്പോൾ crop productionന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്താണ്? വിത്ത് വിതയ്ക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. ഗുഡ് ക്വാളിറ്റി ക്ലീൻ ആൻഡ് ഹെൽത്തി സീഡ്. അപ്പം നമുക്ക് നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ സെലക്ട് ചെയ്യണം അല്ലേ. Farmers prefer to use seeds which give high yield. High yield നല്ലോണം yield തരുന്ന സീഡ്സ് ആണ് farmers എപ്പോഴും സെലക്ട് ചെയ്യാറുള്ളത്. Take a beaker and half fill of with water. ഒരു ബീക്കർ എടുത്തിട്ട് അതിലേക്ക് പകുതി വെള്ളം ഒഴിക്കുക. Put a handful of wheat seeds and stir well. പിന്നെ എന്ത് ചെയ്യണം? ഗോതമ്പിന്റെ വിത്തുകൾ അതിലിട്ടിട്ട് നമുക്ക് ഇളക്കണം. Then what is this? Damaged seeds become hollow as they are thus lighter. Therefore they float on water. നമുക്ക് ഇപ്പൊ നമ്മള് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. എന്താ ഡാമേജ് സീഡ്സ് ഒക്കെ മുകളിലേക്ക് പൊന്തി നിൽക്കും. അത് പെട്ടെന്ന് നമുക്ക് കളയാൻ പറ്റും. പിന്നെ നല്ല സീഡ്സ് ആവുമ്പോൾ എന്താ, അത് താഴെ തന്നെ ഇരിക്കും. This is a good method for separating good healthy seeds from the damaged ones. Before screwing, one of the most important tasks is to know about the tools used for sowing seeds. Traditional tool. The tool used for sowing seeds is shaped like a funnel. The seeds are filled into the funnel, passed down through two or more pipes having sharp ends. This end peers into the soil and places seeds there. A tool used for traditional എന്താണ് sowing seeds is shaped like a funnel. Funnel പോലെ ഷേപ്പ് ചെയ്തിട്ട് seeds are filled. ആ ഫണലിലേക്ക് seeds fill ചെയ്യും അല്ലേ. And pass through two or three pipes having sharp ends. This end pieces into the soil and place seeds there. അപ്പോൾ സീഡിനെ ഇടുന്ന ഒരു പ്രോസസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. Nowadays we are using seed drill. Nowadays the seed drill it is used for sowing with the help of the tractors. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെഷീൻ നമ്മൾ കണ്ടിട്ടില്ലേ, ട്രാക്ടറുടെ ബാക്കിൽ ഇത് ഫിറ്റ് ചെയ്തിട്ട് എന്തിനാ, മണ്ണൊക്കെ ഒന്ന് ഉഴുതുമറിക്കാനാണ് അല്ലെ. This sows the seeds uniformly at equal distance and depth. അതായത് യൂണിഫോം ആയിട്ട് സീഡ്സിനെ എന്താണ് ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെ. ഒന്ന് നല്ല ആഴത്തിൽ കുഴി എടുത്തിട്ട് മറ്റേ ഇതിനെ കുറച്ച് കുഴി, അങ്ങനെ ആകുമ്പോൾ ശരിയാവില്ലല്ലോ. അപ്പൊ എല്ലാത്തിനും ഈക്വൽ ഡിസ്റ്റൻസിലും ഡെപ്തിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സീഡ് ഡ്രില്ല് ഉപയോഗിക്കുന്നത്. It ensures that seeds get covered by the soil after sowing. അപ്പൊ സീഡ്സിനെ കവർ ചെയ്യും എന്ത്, സോയില് അല്ലെ. വിത്ത് വിതച്ച ശേഷം സീഡ്സിനെ എന്ത് മണ്ണ് ഇട്ടിട്ട് മൂടണം. This protect the seeds from being eaten by birds. അപ്പൊ ഇതെന്താ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം, സീഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യും അല്ലെ. ബേർഡ്സ് കൊത്തിക്കൊണ്ടു പോകാതിരിക്കാൻ സീഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യും. സോയിങ് ബൈ യൂസിങ് എ സീഡ് ഡ്രിൽ സേവ്സ് ദ ടൈം ആൻഡ് ലേബർ. അപ്പൊ ഈ സീഡ് ഡ്രിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വിത്ത് വിതയ്ക്കുന്നത് കൊണ്ട് എന്താണ്, സമയവും ലേബർ കോസ്റ്റും ലാഭമാണ് അല്ലെ. This is a nursery nearby school. There is a nursery. I found that little plants were kept in small bags. Where they kept like this? Seeds of a few plants such as paddy are first grown in a nursery.
When they grow into seedlings, they are transplanted into the field manually. അല്ലേ? അപ്പോൾ ആദ്യം വിത്ത് മുളച്ചു വന്ന ശേഷമാണ് നമ്മൾ എന്ത് വിതയ്ക്കാൻ തുടങ്ങുക. Approximate distance between the seed is necessary to avoid overcrowding of plants. അപ്പോൾ എല്ലാത്തിനും എന്താണ് നിശ്ചിതമായ ഡിസ്റ്റൻസ് വേണം, കാരണം അത് വളരാനുള്ള സ്പേസ് വേണ്ടേ, എല്ലാം കൂടെ കൂട്ടമായിട്ട് വെച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പം നിശ്ചിതമായ സ്ഥലം പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് പ്ലാന്റ് ചെയ്യുന്നത്. ദിസ് അലൗസ് പ്ലാന്റ് ടു ഗെറ്റ് സഫിഷ്യന്റ് സൺലൈറ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആവശ്യമായ സൺലൈറ്റ്, സൂര്യപ്രകാശം, ന്യൂട്രിയൻസും വാട്ടർ ഫ്രം ദ സോയിൽ. അറ്റ് ടൈംസ് എ ഫ്യൂ പ്ലാന്റ്സ് many have to be removed to prevent overcrowding. അപ്പോൾ ഈ ഓവർക്രൗഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചെടികൾ നടാൻ. Adding manure and fertilizers. The substances which are added to the soil in the form of nutrients for the healthy growth of plants are called manure and fertilizers. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ആഡ് ചെയ്യണത് അല്ലെ, ന്യൂട്രിയൻസിന്റെ ഫോം ഓഫ് ന്യൂട്രിയൻസ് ആഡ് ചെയ്യാറില്ലേ ഹെൽത്തി ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, മാനുവർ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയാറ്. സോയിൽ സപ്ലൈസ് മിനറൽ ന്യൂട്രിയൻസ് ടു ദ ക്രോപ്പ് പ്ലാന്റ്സ്. മണ്ണ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? മിനറൽ ന്യൂട്രിയൻസ് അല്ലെ, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും, ഈ പ്ലാന്റ്സിലേക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും. ദിസ് ന്യൂട്രിയൻസ് ആർ എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഈ ന്യൂട്രിയൻസ് ഒക്കെ എന്താണ്? മണ്ണിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ്. ഇൻ സർട്ടൻ ഏരിയ ഫാമേഴ്സ് ഗ്രോ ക്രോപ്പ് ആഫ്റ്റർ ക്രോപ്പ് ഇൻ ദ സെയിം ഫീൽഡ്. അപ്പൊ ഈ ചില പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഇപ്പം നെല്ലൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ നെക്സ്റ്റ് എന്തായിരിക്കും? പയറായിരിക്കും അല്ലെ. എന്തിനാ ഇങ്ങനെ ചെയ്യണേ? ടു പ്രൊവൈഡ് ദാറ്റ് ഈസ് soil should be sufficient rich in all type of nutrients. In order to provide that only they are doing like this. This field is never left uncultivated or fallow. Imagine what happened to the nutrients. അപ്പോൾ നമ്മുടെ ന്യൂട്രിയൻസിന് എന്താ സംഭവിക്കുക എന്ന് നോക്കാം. Continuous cultivation of crops make the soil poor in nutrients. അപ്പൊ എന്താണ്? തുടർച്ചയായിട്ട് കൾട്ടിവേഷൻ ചെയ്യണത് കൊണ്ട് ഒരേ തന്നെ ആവുമ്പോൾ എന്താവും? ന്യൂട്രിയൻസിന്റെ ലാക്ക് ഉണ്ടാവും അല്ലെ. Therefore farmers have to add manure. വളം ആഡ് ചെയ്യേണ്ടി വരും. പിന്നെന്താണ്? replenish the soil with the nutrients. This process is called manuring. അപ്പൊ മാനുവർ ആഡ് ചെയ്യണ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തു പറയുക? മാനുവറിങ് എന്ന് പറയുക. See here, farmers have to add manure. What we have seen now, nutrients essential for here, which are added to the soil in the form of nutrients and healthy growth. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണ സബ്സ്റ്റൻസിനെയാണ് what is known as manure and fertilizer. Soil supplies mineral nutrient to the crop plants. These nutrients are essential for the growth of plants. അപ്പോൾ എന്താണ്? മണ്ണ് തന്നെ പ്രൊവൈഡ് ചെയ്യും അല്ലെ, കുറെ മിനറൽസ് ഒക്കെ മണ്ണ് തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. In certain areas farmers grow crop after crop in the same field. This field is never left uncultivated or fallow. Imagine what happens to nutrients. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. This process, അതായത് farmers have to add manure ആഡ് ചെയ്യണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? മാനുവറിങ് എന്ന് പറയുക. Improper or sufficient manuring result in weak plants. ഇപ്പൊ മണ്ണില് സഫിഷ്യന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ അതെന്ത് റിസൾട്ട് ചെയ്യും? It will result in weak plants. Manure is an organic substance obtained from the decomposition of plant. അപ്പൊ എങ്ങനെയോ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യണത്? Decomposition of plants or animal waste. Farmers dump plant and animal waste in pits at open places and allow it to decompose. Farmers എന്താ ചെയ്യുക? പ്ലാന്റും അനിമൽ വേസ്റ്റും പിറ്റിലിടും അല്ലെ, ഓപ്പൺ പ്ലേസസ്. എന്താണ്? ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഡീകമ്പോസിഷൻ ഇസ് കോസ്ഡ് ബൈ മൈക്രോ. അപ്പൊ ഡീകമ്പോസിഷനെ ഹെൽപ്പ് ചെയ്യണത് ആരാ? നമുക്ക് മൈക്രോ ഓർഗാനിസംസ് ആണ് ഡീകമ്പോസിഷനെ ഹെൽപ്പ് ചെയ്യാം. ദ ഡീകമ്പോസ്ഡ് മാറ്റർ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് വാട്ട്? ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ ഓർഗാനിക് മാനുവർ. ഓക്കെ. Then this and all we have already studied in our 6th class. Then next coming, they are doing one experiment. So how the germination it is done? By keeping the seeds in water for 1 or 2 days, we can see that a sprout coming out from the seed. That has been the experiment done here. Select 3 equal sizes seedlings. Then empty glasses or similar vessels marked as ABC. The to glass A add little amount of soil mixed with a little cow dung. So they are adding soil plus cow dung. In the same second one they are adding urea, and the third one without adding anything. Then what will you see after 7 to 8 or 10 days? Better growth of plants. In which glass was the growth fastest?
Fertilizer are chemicals which are rich in a particular nutrient. Fertilizer എന്ന് പറയുന്നത് എന്താണ്? അത് കെമിക്കൽസ് ആണ് അല്ലെ, എല്ലാ ന്യൂട്രിയൻസും കൊണ്ട് സഫിഷ്യന്റ് ആയത്. ആ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫാക്ടറീസ്. ഫെർട്ടിലൈസേഴ്സ് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഫാക്ടറീസ് ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സം എക്സാമ്പിൾസ് ഓഫ് ഫെർട്ടിലൈസർ ഏതൊക്കെയാണ്? ഫെർട്ടിലൈസർ യൂറിയ, അമോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, പൊട്ടാഷ്, NPK. എന്തൊക്കെയാണ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യണത്? യൂറിയ, അമോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, പൊട്ടാഷ്, NPK പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാഷ്യം. യൂസ് ഓഫ് ഫെർട്ടിലൈസർ ഹാവ് ഹെൽപ്ഡ് ഫാമേഴ്സ് ടു ഗെറ്റ് ബെറ്റർ yield ഓഫ് ക്രോപ്സ്. അപ്പൊ ഈ ഫെർട്ടിലൈസറുടെ ഉപയോഗം മൂലമാണ് നമുക്ക് ബെറ്റർ yield ഓഫ് ക്രോപ്സ് ഏതൊക്കെയാ? വീറ്റ്, പാഡി, മെയ്സ് ഒക്കെ നമുക്ക് ലഭ്യമാണ്. ബട്ട് എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ ഹാസ് മെയ്ഡ് ദ സോയിൽ ലെസ് ഫെർട്ടൈൽ. നേരത്തെ പറഞ്ഞില്ലേ നമ്മള്, എക്സസ് ആയിട്ട് ഈ ഫെർട്ടിലൈസർ നമ്മൾ ഇങ്ങനെ കണ്ടമാനം കെമിക്കൽസ് മണ്ണിലേക്ക് ആഡ് ചെയ്താൽ ആ മണ്ണിന് തന്നെ എന്താവും? യാതൊരു ഗുണമില്ലാതെയാവും. Fertilizers have also become a source of water pollution. In turn, it results in water pollution because the water will be coming from the canal system or from any rivers. Okay, so it will also be contaminated. Therefore, in order to maintain the fertility of the soil, we have to substitute fertilizers with organic manure or leave the field uncultivated in between the two crops. The use of manure improves soil texture as well as its water retaining capacity. അപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വളം ഉപയോഗിക്കുമ്പോൾ മാത്രമേ മണ്ണിന് അതിൻ്റെ texture and also its what nutrient capacity will be replenished. Another method of replenishing the soil is with nutrition. It is through crop rotation. This can be done by growing different crops. അപ്പോൾ crop rotation already we had told, no? ഇപ്പം നെല്ലിന്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും സഫിഷ്യന്റ് ആയിട്ട്, പയർ ഞാൻ പറഞ്ഞു അല്ലെ, അപ്പൊ പയറിൽ എന്താ മെയിൻ സോഴ്സ് എന്താ? നൈട്രജൻ വിൽ ബി ദർ. സോ ദാറ്റ് നൈട്രജൻ വിൽ ബി ഡയറക്ട്ലി ടേക്കൺ ടു ദ soil. This can be done growing different crops. Earlier, farmers in northern India used to grow legumes as fodder in one season and wheat in the next season. Help in the replenishment of the soil with the nitrogen. Farmers are being encouraged to adopt this practice. In the previous classes, you have learned about rhizobium bacteria. അപ്പോൾ നമ്മൾ വേറൊന്ന് കേട്ടിട്ടുണ്ട് അല്ലെ, നൈട്രജൻ ഡയറക്റ്റ് ആയിട്ട് ഈ പ്ലാന്റ്സിന് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാറ്? നൈട്രജൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുക? There is a bacteria that is been present in the soil which convert, that name is what? Rhizobium bacteria. So the main purpose of rhizobium bacteria, it is to convert the nitrogen present in the soil to nitrate. അപ്പോൾ ഈ ലെഗുമിനസ് പ്ലാന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏതൊക്കെയാ? ബീൻസ്, സോയാ ബീൻസ്, പീസ്, ചിക്കൻ പീസ്, ദാറ്റ് ഈസ് പീനട്ട്സ് അല്ലേ, അങ്ങനത്തെ പയറുവർഗ്ഗങ്ങളാണ് അതിൽ മെയിൻലി ഇൻവോൾവ് ആയിരിക്കുന്നത്. പ്രസന്റ് ഇൻ ദ നോഡ്യൂൾസ് ഓഫ് റൂട്ട്സ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. അപ്പൊ ഈ പയർ പോലത്തെ ചെടികളുടെ റൂട്ട്സിലാണ് ഈ ലെഗ്യൂംസ് ധാരാളമായിട്ട് കണ്ടുവരുന്നത്. ദേ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അപ്പൊ അവർക്ക് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫെർട്ടിലൈസർ ആൻഡ് എ മാന്യൂർ. ഫസ്റ്റ് വൺ, ദ ഫെർട്ടിലൈസർ ഇറ്റ് ഈസ് എ മാൻ മെയ്ഡ് ഇൻഓർഗാനിക് സോൾട്ട് അല്ലെ, മനുഷ്യൻ നിർമ്മിതമായ സോൾട്ടിനെയാണ്, ഇൻഓർഗാനിക് സോൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫെർട്ടിലൈസർ എന്ന് പറയുക. മാന്യൂർ ഈസ് എ നാച്ചുറൽ സബ്സ്റ്റൻസ് അല്ലെ, വളം എന്ന് പറയുന്നത് എന്താ? ബൈ ഡികമ്പോസിഷൻ ഓഫ് കാറ്റിൽ ഡങ്ക് അല്ലെ, ചാണകമോ അതോ അല്ലെങ്കിൽ പ്ലാന്റ് റെസിഡ്യൂ, പ്ലാന്റ് വേസ്റ്റ് ഒക്കെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? വളമായിട്ട് ഉപയോഗിക്കും. ഫെർട്ടിലൈസർ ഇറ്റ് ഈസ് prepared in factories അല്ലെ, മാനുവറോ in the fields. പിന്നെ fertilizer does not provide any humus to the soil. Manure provides lot of humus to the soil. Fertilizer are rich in plant nutrients like nitrogen, phosphorus and potassium. Manure relatively less rich in ന്യൂട്രിയൻസ്. അപ്പോൾ എന്താണ്? ഫെർട്ടിലൈസർ മാൻ മെയ്ഡ് ആണ്, ഫാക്ടറീസിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സോയിലിന് യാതൊരു ഇതും അല്ലെ, മീൻസ് ന്യൂട്രിയൻസ് ഒന്നും, മീൻസ് ഈർപ്പം അതൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. ബട്ട് ഇൻ ടേൺ they provide the nitrogen, phosphorus and potassium. But in return the manure will provide what? Humus, lot of humus to the soil, and it is less rich in plant nutrients. Then next, talking about the advantages of manure. What are the advantages? The organic manure, it is considered better than fertilizer. അതിപ്പോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഓർഗാനിക് മാന്യൂർ ആണ് better than fertilizer. What it provides? Shaded portion, you have to read it thoroughly. Okay. It enhances the water holding capacity of the soil. It makes the soil porous, due to which
Exchange of gases become easy. It increases the number of friendly microbes. It improves the texture of the soil. This we have learned in the beginning of this chapter. ഈ ലെസന്റെ തുടക്കത്തിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. എന്താണ്? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, വെള്ളം കെട്ടി നിൽക്കാനുള്ള കഴിവ്. പിന്നെന്താണ്? സോയിൽ പോറസ് ആക്കുമ്പോൾ എന്താവും? അറ്റ്മോസ്ഫിയറിക് അല്ലെ, എയർ എക്സ്ചേഞ്ച് എളുപ്പമാകും. പിന്നെ മൈക്രോബ്സിന്റെ വളർച്ച പോസിബിൾ ആവും. ആൻഡ് ഇംപ്രൂവ്സ് ദ ടെക്സ്ചർ ഓഫ് ദ സോയിൽ. Then next about the irrigation. All living beings need water to live. എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം? Water is essential for the life of all living organism. Water, then what it is absorbed by the plant roots. Along with water, minerals, fertilizer are also being absorbed. അപ്പോൾ വെള്ളം മാത്രമല്ല അതിലൂടെ ചെല്ലുന്നത്, വേറെ എന്തൊക്കെയാണ്? മിനറൽസും ഫെർട്ടിലൈസേഴ്സും എല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. Plants contain nearly 90% water. Water is essential because germination of seed does not take place under dry condition. അല്ലേ, വിത്ത് മുളച്ചു വരണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. ഡ്രൈ കണ്ടീഷനിൽ അത് പോസിബിൾ അല്ല. ന്യൂട്രിയൻ ഡിസോൾവ് ഇൻ വാട്ടർ ആർ ട്രാൻസ്പോർട്ടഡ് ടു ഈച്ച് പാർട്ട്. അപ്പൊ ഈ ന്യൂട്രിയൻസ് ഒക്കെ മണ്ണിലുണ്ടല്ലോ, അത് എന്ത് വഴിയാണ്? റൂട്ട് വഴിയാണ് പ്ലാന്റ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വാട്ടർ ഓൾസോ പ്രൊട്ടക്ട് ദ ക്രോപ്പ് ഫ്രം ഫ്രോസ്റ്റ് ആൻഡ് ഹോട്ട് എയർ കറൻസ്. അല്ലെ, മൂടൽ മഞ്ഞിനും പിന്നെന്താണ് ഈ ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്നൊക്കെ വാട്ടർ പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യും. To maintain the moisture of the soil for healthy crop, fields has to be watered regularly. എപ്പോഴും നന ആവശ്യമാണ്. അല്ലെ, നമ്മളിപ്പോ ഗാർഡനിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, 2 ദിവസം നനച്ചില്ലെങ്കിൽ ചെടി വാടി കിടക്കുന്നതായിട്ട് കാണാം. അല്ലെ, the supply of water to crops at regular intervals, it is called irrigation. So irrigation supply should be there. The system should be provided to the plants at the time of cropping. The time and frequency of irrigation varies from crop to crop, soil to soil, and season to season. In summer, the frequency of watering is higher. സമ്മറിൽ എന്തായിരിക്കും? നനവ് കൂടുതലാണ്. Could it be due to increased rate of evaporation? കാരണം നനച്ചതൊക്കെ ഇവോപ്പറേറ്റ് ചെയ്ത് പോവാണ്. അല്ലെ, അപ്പൊ കണ്ടമാന നമുക്ക് നനയ്ക്കേണ്ടി വരുന്നു. Source of irrigation. What are the different source of irrigation? The source of water for irrigation are wells, tubers. It will be different for in the availability in the area in which they are living. Tube wells, ponds, lakes, rivers, dams, and canals. These are the sources of irrigation system. Then next coming traditional methods of irrigation. പിന്നെ കുറേ methods ഉണ്ട് അല്ലേ. The water available in wells, lakes, and canals is lifted up by methods in different regions. For taking about അല്ലേ, ചിലർ എന്താണ് പമ്പ് വഴി വെള്ളം എത്തിക്കാറുണ്ട്. പിന്നെന്താണ്, പിന്നെ water directly from the rivers. The side path will be created. Cattle of human labor, it is used in this method. അപ്പോൾ കന്നുകാലികളെ ഇതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. So this method are cheaper but less efficient. അല്ലേ, എന്താണ് ഇത് ചീപ്പർ മെത്തേഡാണ്. കാരണം വലിയ ഇതൊന്നുമില്ല, നമ്മൾക്ക് അനിമൽസിനെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. Various traditional mode. See here mode. Using a pulley, the water it is being flowing into the അത് കണ്ടില്ലേ, പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് ചെയ്തിരിക്കണ ഇതിലേക്ക് വെള്ളം എത്തുകയാണ്. കാരണം ഇവിടെ ഓരോ പാത്ത് വെച്ചിട്ടുണ്ട് അല്ലെ, ഓരോ പാത്ത് ഇതില്ല, അതിലേക്ക് കൂടിയിട്ടാണ് എന്ത് വെള്ളം എത്താറ്. See here chain pump. A pump it is being rotated. Motor it is being rotated not with the help of the electric current or something, but with the when the water it is being flowing through the wheel, it started to rotate. Then the hilly. These are many methods available in the ancient times. And see here the animal is just rotating at the time the motor it is being rotated and water it is being circulated to the fields. Pump are most commonly used for lifting water. Diesel, biogas, electricity, solar energy is used to run these pumps. Then next topic talking about the modern methods of irrigation. What are the modern methods that is available for irrigation? Modern methods helps to use water economically. The main methods are used as follows. ഏതൊക്കെ മെത്തേഡ് ആണ്? സ്പ്രിംഗ്ലർ സിസ്റ്റം അല്ലേ, that is now available in every locality. We can see the sprinkler system. As every persons are lack of time, they are having the lack of time. What they are doing, എന്താ അവർ ചെയ്യുന്നത്? Just a switch is enough. It all the sprinklers start rotating and it will water every plants surrounding there. This system is more useful on an uneven land where sufficient water it is not available. പിന്നെ മെയിൻ റീസൺ എന്താണ്? വാട്ടർ കണ്ടമാനം ഇല്ലാത്ത പ്രദേശത്തൊക്കെ ഈ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് അല്ലെ, തുള്ളി നന. അപ്പൊ ഇതിലൂടെ എല്ലാ ചെടികൾക്കും എന്താണ് വെള്ളം എത്താൻ പറ്റും. The perpendicular pipes that is having rotating nozzles. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ്?
ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഏറ്റവും ടോപ്പിൽ എന്താണ് ഒരു നോസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് റൊട്ടേഷൻ drops the water will be sprinkled in all plants on top and joined to the main pipeline at regular intervals. When water it is allowed to flow through the main pipe under pressure with the help of a pump. It escapes from the rotating nozzles. It gets sprinkled on the crop as it is raining. അപ്പം മഴയൊക്കെ പെയ്യില്ലേ അതുപോലെയായിരിക്കും നമ്മൾ ഈ സ്പ്രിംഗ്ലർ ഇട്ട കാണാൻ പറ്റുക. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ലോൺസ്, കോഫി പ്ലാന്റേഷൻ ആൻഡ് സെവറൽ അതർ അല്ലെ, കാപ്പിത്തോട്ടത്തിലും പിന്നെന്താണ് ലോൺസിൽ അല്ലേ, പുൽത്തട്ടൊക്കെ നമ്മൾ വീട്ടിൽ വിരിച്ച് വെക്കാറില്ലേ, അങ്ങനത്തെ ഏരിയാസിൽ പിന്നെ അതിലൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെ ക്രോപ്പ് സിസ്റ്റത്തിനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. Then next is the drip system. In this system the water falls drop by drop directly near the roots, so it is called the drip system. It is the best technique for watering fruit plants, gardens and trees. Water it is not wasted at all. It is a boom in regions where availability of water it is poor. ഡ്രിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും, അതായത് ഇപ്പം നമ്മൾ സ്പ്രിംഗ്ലർ പറയുമ്പോൾ ഏറ്റവും ടോപ്പിലേക്കാണ്. ഇത് ഏറ്റവും താഴ്ന്ന നിലയിൽ തന്നെ ഒരു മോട്ടോർ ഫിക്സ് ചെയ്തിട്ട് അത് നേരെ എവിടെയൊക്കെയാണ് ചെല്ലുന്ന റൂട്ടിലേക്കാണ് ചെല്ലുന്നത്. സോ നോ വാട്ടർ വിൽ ബി വേസ്റ്റഡ്. ഓക്കെ, എല്ലാത്തിൻ്റെയും റൂട്ട്സിൽ അവൈലബിൾ ആവും. Next is the protection from weeds. Bojo and Paheli went to nearby wheat field and saw there are some other plants in the field growing along with the wheat plants. അപ്പോൾ നമ്മളിപ്പോൾ ഗോതമ്പും എല്ലുമൊക്കെ മീൻസ് നട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിന്റെ ചുറ്റും പലതരം പുല്ല് ചെടികളും വേറെ ചെടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. In a field, many other undesirable plants may grow naturally along with this crop. The undesirable plants are called weeds. Removal of weeds it is called അല്ലെ. വീഡ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക, വീഡിങ് എന്ന് പറയുക. Necessaries in weeds compete with the crop plants for. അപ്പോൾ ഇത് അതിൽ നിന്ന് എടുത്തു മാറ്റണം. കാരണം എന്താണ്, ഇത് മറ്റ് ചെടികളെ നശിപ്പിക്കും അല്ലെ. കാരണം എന്താ, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ്, വാട്ടർ, സൺലൈറ്റ് ഒക്കെ ഇതുമായിട്ട് ഈ ചെടികളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ they will get only a little, കുറച്ച് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. Thus they affect the growth of the crop. Some weeds interfere even in harvesting and may be poisonous for animals and human beings. അപ്പൊ ചില ചെടികൾ എന്താണ് അനിമൽസിനും പ്ലാന്റ്സിനും തന്നെ ഹാനികരമാണ്. അഫക്റ്റ് ഹാർവെസ്റ്റിങ്ങിനെ വരെ അത് അഫക്റ്റ് ചെയ്യും. Plants adopt many ways to remove weeds and control their growth. Farmers adopt tilling before sowing of crops helps in uprooting and killing of weeds. Then which may then dry up and get mixed with the soil. Tilling എന്ന് പറയുമ്പോൾ നിരപ്പാക്കുക അല്ലെ, ഉഴുതുമറിക്കണൊക്കെ സമയത്ത് എന്താണ് ഇങ്ങനത്തെയുള്ള പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ it will uprooted, which may dry up and get mixed with the soil. Best time for the removal of seeds is before they produce flowers and അപ്പോൾ ഇതിന് മീൻസ് അതിൽ നിന്ന് in order to kill these weeds we have to first remove it at the base itself അല്ലെ. തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത് നശിപ്പിച്ച് കളയണം. Before they produce flowers and seeds. The manual removing includes physical removal of weeds by uprooting and cutting them ground to the close to the ground from time to time. This is done with the help of kurpi. A seed driller is also used to uproot weeds. സീഡ് ഡ്രില്ലും നമ്മൾ ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഈ മെഷീൻസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഓരോ പിക്ചേഴ്സ്, അത് നോക്കണം ഈ ഓരോ പോയിന്റ്സ് പറയുമ്പോൾ. ഓക്കെ, വീഡ്സ് ആർ ഓൾസോ കൺട്രോൾ ബൈ യൂസിങ് സർട്ടൻ കെമിക്കൽസ്. എങ്ങനെയാണ് ഈ വീഡ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ചില കെമിക്കൽസ്, വീഡിസൈഡ്സ്, ആ കെമിക്കൽസിനെയാണ് നമ്മൾ പറയുക വീഡിസൈഡ്സ്. ലൈക്ക് 240 is one such weedicide. They are sprayed in the fields to kill the weeds. They do not damage the crops. പക്ഷെ അവര് നമ്മുടെ കൃഷിനെ നശിപ്പിക്കില്ല. The weedicides are diluted with water to the extent required. അപ്പൊ അവര് വെള്ളത്തിലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്, സ്പ്രേ ചെയ്യാറ്. Then what is this spraying weedicide? See, a person is being spraying weedicide in order to kill other plants or insects that is being feeding on our crop. Okay, as already mentioned, the weedicide are sprayed during the vegetative growth of weeds before flowering അല്ലേ. മറ്റ് ചെടികൾ പൊട്ടിമുളച്ച് വരുന്ന മുമ്പ് തന്നെ എന്താണ്, ഫ്ലവറും സീഡും ഉണ്ടാകുന്ന മുമ്പ് തന്നെ നമുക്ക് അതിനെ നശിപ്പിക്കണം. കാരണം എന്താ, നമ്മുടെ ക്രോപ്പിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും, അഫക്ട് ദ ഹെൽത്ത്. അപ്പൊ ഇങ്ങനെ വീഡിസൈഡ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽസ് ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്യണവര് നല്ല കെയർഫുൾ ആയിരിക്കണം, കാരണം നമ്മുടെ ഹെൽത്തിനെ തന്നെ അത് ബാധിക്കും. നോസ് കവർ ചെയ്തും മൗത്ത് കവർ ചെയ്തിട്ടൊക്കെ വേണം ഇത് ഉപയോഗിക്കാൻ. ഹാർവെസ്റ്റിംഗ്, വിളവെടുപ്പ്. ഹാർവെസ്റ്റിംഗ് ഇസ് എ ക്രോപ്പ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അപ്പോൾ ഒരു
ഇത് കൃഷി ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ വിളവെടുപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കട്ടിംഗ് ഓഫ് ക്രോപ്പ് ആഫ്റ്റർ ഇറ്റ് ഈസ് മെച്ചുവർ ഇറ്റ് ഈസ് കോൾഡ് ഹാർവെസ്റ്റിംഗ്. അപ്പോൾ അത് മെച്ചുവർ ആയ ശേഷം അതിനെ കട്ട് ചെയ്യണ പ്രോസസ്സിനെയാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുക. പിന്നെന്താ, ഇൻ ഹാർവെസ്റ്റിംഗ് ക്രോപ്സ് ആർ പുൾഡ് ഔട്ട് ഓർ കട്ട് ക്ലോസ് ടു ദ ഗ്രൗണ്ട്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് മീൻസ് ഗ്രൗണ്ടിന്റെ ആ ലെവല് വരെ അതിനെ മുറിച്ചു മാറ്റും. 3 to 4 months ഫോർ സീരിയൽ ക്രോപ്പ് ടു മെച്ചുവർ. അപ്പോൾ ഒരു ക്രോപ്പ് മെച്ചുവർ ആവാൻ വേണ്ടി എത്ര സമയം എടുക്കും? 3 to 4 മാസം വരെ എടുക്കും. Harvesting in our country is either done manually by sickle or by a machine called a harvester. അപ്പോൾ ഹാർവെസ്റ്റിംഗ് നമ്മുടെ കൺട്രിയിലൊക്കെ എങ്ങനെയാണ്? അരിവാൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻ ഹാർവെസ്റ്റർ അല്ലേ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. In the harvested crop, the grain seeds need to be separated from the chaff. ഈ പ്രോസസ്സ് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ആ മെഷീൻസിന്റെ രൂപവും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിലോ അടുത്ത എങ്ങാനും പാടോ അങ്ങനത്തെ കൃഷി ഇറക്കണ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കിയാൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാവും. From the chaff, the process is called threshing. See here it is a tractor which is doing everything. See, cutting the plants during the time of harvesting, seeds and plant parts, it is being separated. This is carried out with the help of a machine called combine, which is in fact a harvester as well as a thresher. Okay. After harvesting, sometimes stubs are left in the field, which are burned by the farmers. While it is for she knows that it causes pollution, may also catch fire and damage the crops lying in the fields. Farmers with small holdings of land do the separation of grain and chaff by winnowing. You have already studied in class 6. അല്ലേ? വൈക്കോലൊക്കെ ഇതിന്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നെല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. After 3 or 4 months of hard work, there comes a day of the harvest. The sight of golden fields of standing crop, laden with grain, fills the heart of farmers. അല്ലേ? 3-4 മാസത്തെ പരിശ്രമത്തിന് ശേഷം അവര് കൊയ്ത്ത് നടക്കുകയാണ്. അപ്പൊ എന്താണ്? അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് അല്ലേ അത്? The efforts of the past season have borne fruit. The period of harvest is this great joy and happiness. ഇപ്പൊ ഇതൊക്കെ എന്താ പറയുന്നത്? ഹാർവസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. Celebrated with great enthusiasm. Special festival associated with. അപ്പൊ ഈ ഹാർവസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫെസ്റ്റിവൽസ് ഉണ്ട്. ഏതൊക്കെയാ ഫെസ്റ്റിവൽസ്? ഇറ്റ്സ് ബീൻ പൊങ്കൽ, ദാറ്റ് ഈസ് ദ ന്യൂ ഇയർ. ദെൻ ബൈസാഖി, ഹോളി, ദിവാലി, then what? Nabanya and Bihu. These are being followed in various parts of our India. Okay. Storage to produce is an important task. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അല്ലേ നെക്സ്റ്റ് കുറച്ച് ദിവസത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. If the harvested grains are to be kept for a longer time, they should be safe. അല്ലേ? അപ്പൊ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? നനവുള്ളത് ചെയ്യരുത്. കാരണം എന്താ? നനവ് കുറച്ച് ദിവസം ആകുമ്പോഴേക്കും പൂപ്പലടിക്കും. അപ്പൊ മോയ്സ്ചർ ഫ്രീ ആയിരിക്കണം. പിന്നെ ഇൻസെക്ട്സ്, റാറ്റ് ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം അത് സൂക്ഷിച്ചു വെക്കാൻ. മൈക്രോ ഓർഗൻസ്. ഹാർവസ്റ്റഡ് ഗ്രെയിൻസ് ഹാവ് മോർ മോയ്സ്ചർ. അല്ലേ? വിളവെടുപ്പ് കഴിഞ്ഞാൽ അതിന് മോയ്സ്ചർ ഉണ്ടാവും. അപ്പോൾ അത് ഉണക്കണം. ഈ ഫ്രഷ്ലി ഹാർവസ്റ്റഡ് ഗ്രെയിൻസ് ആർ സ്റ്റോർഡ് വിതൗട്ട് ഡ്രൈയിങ്. ഇറ്റ് മേ ഗെറ്റ് സ്പോയിൽഡ് or attacked by organism, making them unfit for use in the germination. Before storing them, the grains are properly dried in the sun. അപ്പൊ എന്താണ്? സൂര്യപ്രകാശത്തിൽ അതിനെ നമ്മൾ നല്ലോണം ഉണക്കി വെക്കണം. To reduce the moisture in them. This prevents attack of insects, അല്ലെ? Pest, bacteria and fungi. Silos for storage of grains. അപ്പോൾ സൈലോകളൊക്കെ ഉണ്ട് അല്ലെ? സൈലോസ് ഒക്കെ നോക്കിയേ, എന്തിനാണ്? ഗ്രെയിൻസ് ഒക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ. ഇതിൽ അവരെന്താ ചെക്ക് ചെയ്യുക? മോയ്സ്ചർ ഒരു ലിമിറ്റഡ്, ഓരോ ഗ്രെയിൻസിന് ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇസ് ദെയർ. സോ ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. അല്ലെങ്കിൽ എന്താവും? എല്ലാം കൂടെ കത്തിപ്പോവും. സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ് സീൻ ഗണ്ണി ബാഗ്സ് അല്ലെ? ചാക്കിലൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. Farmers store grains in jute bags, ചണച്ചാക്കിൽ or metallic ബിന്നുകളിൽ. However, large scale storage of grains is done in silos. സൈലോയിലാണ് സ്റ്റോർ ചെയ്യണം. Granaries protect them from pest. പെസ്റ്റ് ഏതൊക്കെയാ? റാറ്റും ഇൻസെക്ട്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് അവർ സ്റ്റോർ ചെയ്യണത്. Dried neem leaves are used for storing food grains at homes. നമ്മൾ എന്താ ചെയ്യുക? വേപ്പില്ലേ? വേപ്പിന്റെ ഇലയൊക്കെ വെക്കും. എന്തിനാ? ഇൻസെക്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. For storing large quantities of grain in big godowns, specific chemical treatments are required to protect them from pests to microorganisms. Food, so it is milk. So say the cow, buffalo, sheep, goat and camel. Okay, after completing the, you must have seen the like plants. Animals also എന്ത് പ്രൊവൈഡ് ചെയ്യും? ഫുഡ് പ്രൊവൈഡ് ചെയ്യും അല്ലേ?
living in the coastal areas consume fish as a major part of the diet. അപ്പോൾ coastal areasലുള്ളവർക്കൊക്കെ എന്താണ് ധാരാളമായിട്ട് മീൻ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ അവരുടെ ഫുഡിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് തന്നെ എന്തായിരിക്കും? ഫിഷ് ആയിരിക്കും. In the previous class, you have learned about the food that we obtain from the plants. We have just seen from the process of crop production involves a number of steps. ഏതൊക്കെയാണ്? Selection of seeds is an important. High yield and good quality seed has to be selected. Then sowing, etc. Similarly, animals reared at home or in farms has to be provided with proper food, shelter and care. This is what is known as, in a large scale, it has been referred to as animal husbandry. Upper rearing of animals, it is known as, on a large scale, known as animal husbandry. Fish is good for health. We get cod liver oil from fish, which is rich in vitamin D. Okay. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചത്. ഈ യെല്ലോ ഷെയ്ഡൻ ചെയ്ത് നല്ലോണം വായിച്ച് റിവൈസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ലെസൺ ആയിട്ട് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എവറി സെൻറ്റൻസ് അല്ലേ? എവറി സെൻറ്റൻസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഫോർ ദാറ്റ് ഓൺലി this type of reading is done. Okay. So if you are interested, please do like, share and subscribe my channel. Okay. Thank you.